ഹായ് ഹലോ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കണ്ടോ ഇവിടെ എത്തി ഞങ്ങൾ. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഓണ സമയത്ത് നമ്മുടെ ഒരു വെക്കേഷൻ ഇങ്ങോട്ടാക്കി, ഒരു ദിവസത്തെ വെക്കേഷൻ ഇങ്ങോട്ടേക്കാക്കി പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്ന് ശാമ്പ്രാണിക്കൊടിയുടെ വിശേഷങ്ങൾ കേൾക്കാം. ഞങ്ങൾ അങ്ങനെ സാമ്പ്രാണിക്കൊടി കാണാനായിട്ട് യാത്രയായി. ഞങ്ങൾ 9 പേരാണുള്ളത്. 9ൻ്റെ പ്രാധാന്യം അറിയാമല്ലോ, വളരെ ശക്തമായ സംഖ്യയാണ്. അപ്പോൾ നമ്മൾ 2 വണ്ടിയെ എടുത്തുള്ളൂ. അതുകൊണ്ട് 9 പേരെ ഉള്ളതെന്നുള്ളത് കൊണ്ട് നമ്മൾ 2 വണ്ടിയെ എടുത്തുള്ളൂ. ലാസ്റ്റ് ബ്രദർ വണ്ടി എടുക്കുന്നുണ്ട്. ശ്രീകാര്യത്ത് നിന്നാണ് തിരിക്കുന്നത്. അപ്പോൾ മക്കളെ 2 പേരും കൂടെ ഞങ്ങൾ എൻ്റെയും എൻ്റെ ബ്രദറിൻ്റെയും മോനെ കൂടെ ലാസ്റ്റ് ബ്രദറിൻ്റെ വണ്ടിയിലേക്ക് കയറ്റി. അവനും അവൻ്റെ ഫാമിലിയും 2 പിള്ളേരും അങ്ങനെ. അപ്പോൾ നമ്മൾ 7 മണിക്ക് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയതാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അപ്പോൾ കണ്ടോ അവൻ്റെ ചുറ്റിനും പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ടോ. അപ്പോൾ അതാണ് അവൻ പടപടാന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. പിള്ളേർക്ക്, എൻ്റെ മോന് ഭയങ്കര ഇഷ്ടമാണത് ചിരിക്കാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള ആഹാരങ്ങളൊക്കെ കഴിച്ച് വീണ്ടും യാത്ര തിരിച്ചു. നമ്മൾ ഒരു 11-11:30 ആവുമ്പോൾ നമ്മൾ എത്തി സാമ്പ്രാണിക്കൊടിയിലെത്തി. അപ്പോൾ ഭയങ്കര വെയിലാണ് കേട്ടോ, ചൂടുമായിരുന്നു. നമ്മൾ പാർക്കിങ്ങൊക്കെ അവിടെ സൗകര്യമുണ്ട്. പക്ഷെ എന്നാലും നമ്മളെ കാണുമ്പോഴേ അവിടെ 1-2 ഗ്രൗണ്ടിൽ അവർ പാർക്കിംഗ് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ആൾക്കാർ ഫീസ് വെച്ച് നമ്മളെ വിളിക്കും. നമ്മൾ വിചാരിച്ച് ഇങ്ങോട്ട് വരുമ്പം പാർക്കിംഗ് കിട്ടത്തില്ല എന്ന് വിചാരിച്ച് നമ്മൾ അവിടെ തന്നെ രൂപ കൊടുത്ത് അങ്ങ് പാർക്കിംഗ് ആക്കി. പക്ഷേ ഫ്രീ ആയിട്ടുള്ള പാർക്കിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ 2 ഹാറ്റ് കൊണ്ടുപോയി ചൂടായതുകൊണ്ട്. പക്ഷേ മറ്റുള്ളവർ കൊണ്ടുവന്നിട്ടില്ലായിരുന്നു. പക്ഷെ അവർ വാങ്ങി കേട്ടോ. അതിൽ എൻ്റെ ബ്രദർ ഹാറ്റ് വാങ്ങിയ കഥ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കേൾക്കാം ഡയറക്റ്റായിട്ട്. അങ്ങനെ അപ്പോൾ ഞങ്ങളങ്ങനെ ഹാറ്റൊക്കെ വാങ്ങി ബോട്ടിലേക്ക് കയറാനായിട്ട് പോവുകയാണ്. ഇത് അഷ്ടമുടി കായലിൻ്റെ തെക്കേ ഭാഗത്താണ് സാമ്പ്രാണിക്കൊടി വരുന്നത്. ഇത് സാമ്പ്രാണിക്കൊടി ബോട്ട് ജെട്ടിയാണ്. അത് കായലിലൂടെയുള്ള ഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയിട്ട്, കായലിൻ്റെ ആഴം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഗതാഗതത്തിന് യോഗ്യമായ സ്ഥലത്തുള്ള ആഴം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ മണ്ണ് വാരിയിട്ട് കായലിനകത്ത് തന്നെ ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായതാണ് ഈ ഒരു ചെറിയ ദ്വീപ്. അപ്പോൾ അവിടെ ശരിക്കും കുറച്ച് ചെടികൾ, ഈ ഹാലോഫൈറ്റുകൾ പോലെയുള്ള കണ്ടൽ കുറ്റിച്ചെടികളും, പിന്നെ എന്താ പറയുക, മംഗൽ എന്ന് പറയാൻ പറ്റത്തില്ല, കണ്ടൽ വനങ്ങളെന്ന് പറയാൻ പറ്റത്തില്ല, അതുപോലെയുള്ള ചെടികൾ തന്നെയാണ്, കണ്ടൽ ചെടികൾ തന്നെയാണ് അവിടെ നിറച്ച് നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടെ കാണാനായിട്ട് കുറച്ച് ഭംഗിയുണ്ട് അവിടെ. അതാണ് ചമ്പ്രാണി സാമ്പ്രാണിക്കൊടിയായി മാറിയതാണ് കേട്ടോ. ചമ്പ്രാണി എന്ന് പറയുമ്പോൾ ചൈനയിൽ നിന്ന് വരുന്ന ചെറിയ കപ്പലുകൾ നങ്കൂരമിട്ടിരുന്ന സ്ഥലമാണ് ഇവിടെ. അപ്പോൾ അതിനെയായിരുന്നു അന്ന് ചമ്പ്രാണി എന്ന് പറഞ്ഞിരുന്നത്. ചമ്പ്രാണി സാമ്പ്രാണിക്കൊടിയായി മാറിയതാണ്. ജാക്കറ്റ് സുരക്ഷയുടെ അർജുൻ്റെ ജാക്കറ്റ് കാണട്ടെ. ഹല്ലി ചോദിച്ചാ
ഈ തൊപ്പി എത്ര രൂപ കൊടുത്ത് മേടിച്ചത്? ഞങ്ങള് ചേട്ടൻ എത്ര ഇല്ല, തിരിച്ചു കൊടുക്കാം. ഞാൻ പറഞ്ഞു നിങ്ങൾ വേണേൽ വാടക എടുത്തോളാൻ മതി. കാരണം നമ്മൾ ഇവിടുന്ന് ഇതിനുള്ള പർപ്പസിനല്ല. താഴെ 400 രൂപ ടിക്കറ്റ്. നല്ല ബെസ്റ്റ് ബാച്ച്. വാടകയ്ക്ക് തൊപ്പി എടുത്തു. വാടക ഞാൻ ചോദിച്ചു വേണം വേണ്ട അവരുടെ 6 ടിക്കറ്റ് എടുത്തു. അതിന് 240 രൂപ ടിക്കറ്റിന്. വയലാർ ദേവരാജന്റെ ഒരു ഗാനമുണ്ടല്ലോ, അഷ്ടമുടി കായലിലെ അന്ന നടത്തോണിയിലെ ചിന്ന കിളി ശിങ്കാര കിളി ചൊല്ലുമോ എന്നെ നിനക്കിഷ്ടമാണോ. എത്ര ഭംഗിയുള്ള കായലല്ലേ. വെറുതെ അല്ല കവികൾക്ക് വരികളും സാഹിത്യവും ഒക്കെ വരുന്നത്, പാട്ടുമൊക്കെ ഉണ്ടോ. വിശാലമായ അഷ്ടമുടിക്കായൽ എത്ര ഭംഗിയാണ്. ഇത് ശരിക്കും ഉപ്പ് വെള്ളമാണ് ഈ കായലിൽ. കായലും കടലും ചേരുന്ന സ്ഥലത്താണല്ലോ ഇങ്ങനെ കണ്ടൽ വനങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഹാലോ ഫൈറ്റുകളാണെന്ന് പറയാൻ പറ്റത്തില്ല, കണ്ടൽ കുറ്റിച്ചെടി എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് കണ്ടൽ വനത്തിലെ ഈ മംഗൽ പോലെയുള്ള കണ്ടൽ മരങ്ങൾ തന്നെയാണിത്. അതിൻ്റെ വേരുകളും ഒക്കെയാണ് നമ്മൾ കാണുന്നത് ഇവിടെ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തി. ഇവിടെ കണ്ടോ, ഇതൊരു ഫ്ലോട്ടിംഗ് പ്ലേറ്റ്ഫോമാണ്. ഈ ബോട്ടുകൾ വന്ന് അടുക്കുമ്പോൾ നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിനാണ്. അങ്ങനെയുണ്ട്. എന്തോ ആൾക്കാർ കയറി ഇറങ്ങുകയൊക്കെ ചെയ്യുന്നു. ഇവിടെ കൊണ്ടുവന്ന് ബോട്ട് നിർത്തും, എന്നിട്ട് നമ്മൾ ഇറങ്ങണം. ഇപ്പോൾ മുട്ട് വരെ നമുക്ക് വെള്ളമുള്ളൂ. പിന്നെ പല സ്ഥലങ്ങളിലും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ആഴമുണ്ട്, പക്ഷെ അത്രയേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ജലഗതാഗതം സുഗമമാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് മണ്ണ് വാരിയിട്ട് ഇവർ കായലിൽ തന്നെ നിക്ഷേപിച്ച സ്ഥലത്ത് ഇങ്ങനെ ചെറിയൊരു ദ്വീപായിട്ട് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ ഇങ്ങനെ വനങ്ങളല്ല, ഇങ്ങനത്തെ കണ്ടൽ ചെടികൾ അതിങ്ങനെ ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. സമുദ്രവും കായലും കൂടിച്ചേരുന്ന ഏകദേശം സ്ഥലങ്ങളിലൊക്കെയാണ് ഇങ്ങനത്തെ വനങ്ങൾ ഉണ്ടാവാറുള്ളത്, ഈ ഇത്തരം ചെടികൾ. അപ്പോൾ ഈ ചെടികൾ അസാധ്യ ചെടികളാണ് കേട്ടോ. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ഒത്തിരി വലിച്ചെടുക്കുന്നതാണ്. ഉപ്പുവെള്ളമൊക്കെ ആയതുകൊണ്ട് ഫുള്ളായിട്ട് വലിച്ചെടുത്ത് ധാരാളം ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ചെടികളാണ് ഇതെല്ലാം. അപ്പം അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്ന് ഒത്തിരി സെൽഫീസ് എടുത്തു. ഉണ്ടോ, മരത്തിൻ്റെ മുകളിലും താഴെയും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിഞ്ഞും പിരിഞ്ഞും ഒക്കെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ എന്താ പറയുക, അപ്പോൾ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ കായൽ മധ്യത്തിലൂടെ നടക്കണമെന്ന ആഗ്രഹമുള്ളവർ സാമ്പ്രാണിക്കൊടിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭംഗിയായി കായൽ മധ്യത്തിലൂടെ ആസ്വദിച്ച് നമുക്ക് നടക്കാം. പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട് കേട്ടോ. ഷോപ്സ് എന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ പിക്കിൾസൊക്കെ വെച്ചിട്ടുണ്ട് വിൽപ്പനയ്ക്കായിട്ട്. നമുക്ക് വേണമെങ്കിൽ വാങ്ങി കഴിക്കാം. ഐസ്ക്രീം, പിക്കിൾസ് ഒക്കെ ഉണ്ട്. എല്ലാം നെല്ലിക്ക, മാങ്ങ, നാരങ്ങ, പിന്നെ എന്താണ് പൈനാപ്പിളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കണ്ടോ, അമ്മൂമ്മമാർ അപ്പൂപ്പന്മാർ എല്ലാവരും ഉണ്ട്, പ്രായഭേദമന്യേ. കൊച്ചുകുട്ടികളൊക്കെ വെള്ളത്തിൽ കിടന്ന് കളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ സിസ്റ്റർലാസിനൊന്നും ഇങ്ങനെ ചീത്ത വെള്ളം ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അവർ നോക്കുമ്പോൾ വെള്ളമെല്ലാം കലങ്ങിയിരിക്കുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, ആ ഫ്ലോട്ടിങ് പ്ലേറ്റ്ഫോമിലോട്ട് കയറി നിന്നു. ഞാൻ കുറച്ച് സമയം കൂടെയൊക്കെ നിന്നു. പിന്നെ ഇവിടുന്ന് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കായൽ മുഴുക്കായിട്ട് അവർ കൊണ്ടുപോയി സഞ്ചരിപ്പിച്ച് കാഴ്ചകളൊക്കെ കാണിച്ച് കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ പോകുന്ന ബോട്ടുകളാണ് നിങ്ങൾ കാണുന്നത് കൂടെയൊക്കെ. കണ്ടു, അതെ. പക്ഷെ അതിലൊക്കെ ഒരു ഭംഗിയല്ലേ, അങ്ങനെ കായൽ മധ്യത്തിലൂടെ നടക്കാൻ പറ്റുന്നതും ഒക്കെ ആയിട്ട്. നമ്മൾ വിചാരിച്ചിരിക്കാതെ വന്ന ഒരു ദിവസമാണ്. നല്ലൊരു ദിവസം തന്നെയായിരുന്നു. അതായത് ഇന്ന് മുഴുക്കയായിട്ട് കണ്ടോ, ആ മരങ്ങളുടെ പ്രത്യേകത കണ്ടോ. നമ്മൾ പോയ ദിവസം നിറച്ച ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. അത് ആ ഓണത്തിൻ്റെ ഒരു വെക്കേഷൻ സമയത്തിനായിരിക്കും. കുട്ടികൾ ഒക്കെ ആയിട്ട് ധാരാളം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ
ഇത് അച്ചുക്കുട്ടൻ നമ്മുടെ സെൽഫീസൊക്കെ എടുക്കുവാണ്, വീഡിയോസൊക്കെ എടുക്കുവാണ്. ഇപ്പോൾ നമ്മൾ കായൽ നിന്നും കരയിലെത്തി കഴിഞ്ഞിട്ട് അവിടെ പൈപ്പൊക്കെ ഉണ്ട് കേട്ടോ, നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെയുള്ള. അപ്പോൾ വാഷ് ചെയ്ത് ഞാൻ ഒരു ഡ്രസ്സ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അങ്ങോട്ടേക്ക്. എനിക്ക് നനഞ്ഞ കാലിലൊന്നും ഇരിക്കാൻ പറ്റത്തില്ല, അപ്പോൾ അത് കാരണം കൊണ്ടുപോയി ഞാൻ ചേഞ്ച് ചെയ്തു. പിന്നെ അവരൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല, അതങ്ങ് ഉണങ്ങും കുറച്ച് കഴിയുമ്പോൾ. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അഷ്ടമുടി കായലിന് ഒരു ബൈ ബൈ എല്ലാം, താൽക്കാലികമായ ഒരു ബൈ ബൈ എല്ലാം പറഞ്ഞ് നമ്മളിങ്ങ് പോകുന്നു. കൊല്ലം ബോട്ട് ജെട്ടിയിൽ നിന്നും ഡയറക്റ്റായിട്ട് ബോട്ട് മാർഗം ഇവിടെ വരാം, സാമ്പ്രാണിക്കുടിയിൽ വരാം എന്നാണ് പറയുന്നത്. കുറച്ചും കൂടി ചാർജ് ആവും എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടെ നമുക്ക് കായലിൽ യാത്ര ചെയ്ത് ഇവിടെ വരാം സാമ്പ്രാണിക്കുടിയിൽ, അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഇവിടെ സാമ്പ്രാണിക്കുടിയിൽ നേരത്തെ നമ്മൾ ഹാറ്റ് വാങ്ങുന്ന കണ്ടില്ലേ, അതുപോലെ തന്നെ ഡ്രസ്സസും ഒക്കെ വാങ്ങാൻ പറ്റും. എനിക്ക് തോന്നുന്നു ഇങ്ങനെ നനഞ്ഞ് വരുന്നവർക്കൊക്കെ മാറാൻ വേണ്ടിയിട്ടായിരിക്കും. പിന്നെ ഇവിടെ ഇത് എന്താണ്, ബാത്റൂമും വാഷ്റൂമും അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാം. പിന്നെ ഇത് വരുന്ന വഴിക്ക് കൊല്ലത്ത് മുല്ലയ്ക്കലാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്, അവിടെ ഒരു ബീച്ച് കാണാനായിട്ട് നമ്മൾ ഇറങ്ങി. നമ്മൾ ഇന്നത്തെ ദിവസം അങ്ങ് ഫുള്ള് ബീച്ച് കാണൽ തന്നെയായിരുന്നു. പിന്നെ അവിടെ നിന്ന് തിരിച്ചു മടങ്ങും. ഇവിടെ ബലിയിടുന്ന ഒരു ഭാഗമുണ്ട് കേട്ടോ, ഒരു സൈഡിൽ ബലിപ്പുര കെട്ടിയിട്ടുണ്ട്. അവിടെ ആൾക്കാരൊക്കെ വന്ന് ബലിയിട്ട്, എനിക്ക് തോന്നുന്നു അസ്ഥിയൊക്കെ ഒഴുക്കുന്ന സ്ഥലമായിരിക്കണം, കടപ്പുറമായിരിക്കണം. അങ്ങനെ ഇതിൻ്റെ തിരകളുടെ ഭംഗിയും കണ്ട് നമ്മൾ മടങ്ങി. എന്നിട്ട് ആ ഭാഗത്ത് തന്നെ ഒരു മഹാലക്ഷ്മി റെസ്റ്റോറൻ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കയറി. നല്ല സീ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് നന്നായിട്ട് എല്ലാവരും ആഹാരമൊക്കെ കഴിച്ച് പിന്നെയും നമ്മൾ യാത്രയായി എന്നുള്ളതാണ് കേട്ടോ. എത്ര കണ്ടാലും ഭംഗി തീരത്തില്ല, കടലിൻ്റെ ഭംഗി. ഇവിടെ ബ്രദറിൻ്റെ BSNL പരിചയത്തിന്മേൽ ഒരു മഹാലക്ഷ്മി റെസ്റ്റോറൻറ്റിൽ കയറി കേട്ടോ. അപ്പോൾ അതാ ഇവിടെയും അവൻ്റെ കൂടെ കൂടി എല്ലാവരും, ഇതാ അവൻ്റെ മേശയിലായി പിള്ളേരെല്ലാവരും. അപ്പോൾ നമ്മളിപ്പുറത്തെ സൈഡിലുമായി. നല്ല ഫുഡായിരുന്നു ഈ ഹോട്ടലിൽ. അത് കഴിഞ്ഞ് പിന്നെ വീണ്ടും ഞങ്ങൾ യാത്ര എന്ന് പറയുന്നത് കടൽ തീരത്ത് കൂടെയുള്ള റോഡിൽ കൂടെ ആയിരുന്നു കേട്ടോ. ഇത് കണ്ടിങ്ങനെ കടൽ കണ്ട് യാത്ര തിരിച്ചു. പിന്നെ വേറെയും ഒരു കടൽ തീരത്ത് ഇറങ്ങി സന്ധ്യയ്ക്ക് അസ്തമയ സൂര്യനെയും കണ്ടു നമ്മൾ. അപ്പോൾ അതെവിടെയാണെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞൂടാ കേട്ടാ, മറന്നുപോയി. അതും വളരെ ഭംഗിയായിരുന്നു. ഇവിടെയാണ് നമ്മൾ ഇറങ്ങിയത്, പക്ഷേ എൻ്റെ പേരെനിക്ക് ശരിക്കറിയത്തില്ല, അതാ കാര്യം. സമയം നിന്നില്ല, നല്ല വെയിലായിരുന്നു. അപ്പോൾ ഒരു ശകലം മാത്രം നമ്മളിവിടെ ഇറങ്ങിയതേ ഉള്ളൂ. എല്ലാവർക്കൊക്കെ ഇതിലോട്ട് ഇറങ്ങാൻ താല്പര്യം ഉണ്ടായിരുന്നു, എനിക്കും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഡ്രസ്സൊന്നും ഉണങ്ങത്തില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അധികമായിട്ടൊന്നും ഇറങ്ങിയില്ല. വളരെ ഭംഗിയാണ് കേട്ടോ, ഒരു ഭാഗത്ത് കായലും ഒരു ഭാഗത്ത് കടലും, എല്ലാം ഈ ബ്ലൂ വാട്ടർ പോലെ കംപ്ലീറ്റ് അങ്ങനത്തെ ഒരു കാഴ്ചയാണ്.
അങ്ങനെ പിന്നെ അധികം വൈകാതെ ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ കയറിയിട്ട് പിന്നെ യാത്രാ മധ്യേ വീണ്ടും ഒരു ബീച്ചിലിറങ്ങി. അവിടെയാണ് നമ്മൾ അസ്തമയ സൂര്യനെ കണ്ടത്. ഇവിടാണ് നമ്മൾ അസ്തമയ സൂര്യനെ കണ്ടത്. നമ്മൾ വരുമ്പോൾ ഇത്രയ്ക്കേ ആയിരുന്നുള്ളൂ കേട്ടോ. പെട്ടെന്ന് ഒരു 10 മിനിറ്റ് പോലും ആയിട്ടില്ല കേട്ടോ. അതിനുള്ളിൽ സൂര്യൻ അങ്ങ് താഴ്ന്നു പോയി, കടലിനടിയിലേക്ക് പോയി എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ വേറെ ഭൂഖണ്ഡത്തിൽ പോകുന്നതാണ് സൂര്യൻ. അങ്ങനെ നമ്മളിങ്ങനെ കണ്ട് നിൽക്കുമ്പോൾ സൂര്യൻ അങ്ങനെ പോയി താഴ്ന്നു. ഇത്രയായപ്പോൾ തന്നെ എല്ലാവരും സോ ടയർഡായിട്ടുണ്ടായിരുന്നു. എന്നാലും അസ്തമയ സൂര്യനെ കാണാനായിട്ട് നമ്മൾ അവിടെ നിന്നു. അപ്പം എത്രയും നമ്മൾ നീല ആകാശവും നീല സമുദ്രവും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വരാൻ തോന്നത്തേയില്ല. ഞാൻ ആ അസ്തമയ സൂര്യനെ എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ. ആ ക്ലൗഡ് അവിടെ നിൽക്കുന്ന കാരണം നിങ്ങൾക്ക് മനസ്സിലാവുമോ എന്നറിയത്തില്ല. ആ കറുത്ത മേഘങ്ങളുള്ളത് കാരണം ആ ഒരു വൈറ്റ് കളർ ഷെയ്ഡ് കാണുന്നത് പ്രകാശമാണ്. സൂര്യഭഗവാന്റെ അങ്ങനെ താഴ്ന്ന് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഉടൻ തന്നെ അവിടെ എങ്ങും ഇരുട്ടായതുപോലെ ആയി. അപ്പോൾ ഇത്രയ്ക്കേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് വിട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.